നമുക്കുള്ളിലെ കറകളെല്ലാം നീങ്ങിയാൽ പിന്നെ അവിടെ ബാക്കിയാകുന്നത് എന്താണ്? അത് സ്നേഹമാണ്. കാരണം സ്നേഹത്തിൽ നിന്നാണ് നാം എല്ലാവരെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ദൈവം സ്നേഹമാണ്. നമ്മുടെ ഉള്ളിൽ നൈസർഗികമായി ഇൻബിൽട്ടായ ഒരു വികാരമാണ് സ്നേഹം. ആ സ്നേഹം പല രൂപത്തിലാണ് നമുക്കുള്ളിൽ അനുഭവപ്പെടാറുള്ളത്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ രീതിയിലേക്ക് ഈ സ്നേഹം രൂപം മാറുന്നു. നന്ദിയുടെ രൂപത്തിൽ, ദയയുടെ രൂപത്തിൽ, കരുണ, ശാന്തി, സംതൃപ്തി, വിട്ടുകൊടുക്കാനുള്ള മനോഭാവം, ഇങ്ങനെ എത്ര മനോഹരമായ രൂപങ്ങളിലാണ് സ്നേഹം നമുക്ക് അനുഭവിക്കാനാവുക. തീർച്ചയായും നാം എല്ലാവരും ഈ ഓരോ അനുഭവങ്ങളിലൂടെയും കടന്നു വന്നവരായിരിക്കും. കാരണം ജീവിതം തന്നെ ഒരു അനുഭവമാണ്. അത് എത്രത്തോളം മനോഹരമായ വികാരങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കാനാവുന്നുവോ അതാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. ഹൃദയത്തിൽ നിന്നുള്ള ഇത്രയും മനോഹരമായ വികാരങ്ങളാൽ ഓരോ നിമിഷവും ആസ്വദിക്കാൻ കഴിയുന്നതാണ് ജീവിതം. അതാണ് സൃഷ്ടാവ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ജീവിതം. പക്ഷേ എത്ര പേർ ഇന്ന് ഇത്രയും മനോഹരമായ വികാരങ്ങളിലൂടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളെയും അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? യഥാർത്ഥത്തിൽ നാം ഓൾറെഡി ചില മാനദണ്ഡങ്ങളാൽ വിശ്വസിച്ചു വച്ചിരിക്കുന്ന നല്ല സാഹചര്യങ്ങൾ, മോശം സാഹചര്യങ്ങൾ എന്നൊന്നില്ല. അതായത് ഒരു വിശ്വാസിക്ക് ഏത് സാഹചര്യത്തെയും നല്ലതാക്കി മാറ്റാൻ കഴിയുന്നതാണ്. അതായത് കൈപ്പേറിയ അനുഭവങ്ങൾ എന്നൊന്നില്ല എന്ന്.